ചെയ്യാന് ഉള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ആണ് നമുക്ക് നോക്കണം. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതുവരെ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ പേഴ്സണൽ മെഡിക്കൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അവൻ്റെ ആ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി വന്നത്. കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു വീഡിയോ കോൾ വിളിക്കുന്നു. അമ്മൂമ്മയെ കൊണ്ട് പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ് എന്താണ് എന്നെ നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വിവാദമായിക്കൊണ്ടിരിക്കുന്ന തൻവി സുധീർ ഘോഷ് അഹാന കൃഷ്ണ കുടുംബകലഹത്തിൻ്റെ സത്യാവസ്ഥ എന്താണ്? അമ്മൂമ്മയെ നോക്കാൻ ആരുമില്ല, അതുകൊണ്ട് കാനഡയിലെ 5 ലക്ഷം ശമ്പളമുള്ള ജോലി കളഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞ തൻവിയുടെ വാദങ്ങൾ വെറും നാടകമായിരുന്നു. അഹാന കൃഷ്ണയുടെ ഒരൊറ്റ വീഡിയോയിലൂടെ തൻവി എങ്ങനെ ടാർഗറ്റ് എക്സ്പോസ്ഡ് ആയി, ഇതിന് പിന്നിലെ തൻവി എങ്ങനെയാണ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്ലേറ്റ് മാറ്റി സംസാരിക്കുന്നത്, ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ കഥ തുടങ്ങുന്നത് 2 ദിവസം മുമ്പാണ്. കാനഡയിലെ സെറ്റിൽഡ് ആയിരുന്ന തൻവി തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. 2 മാസം മുമ്പ് അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം നാട്ടിൽ അമ്മൂമ്മ തികച്ചും ഒറ്റയ്ക്കാണ് എന്നും തന്നെ നോക്കാൻ ആരുമില്ലെന്നും അമ്മൂമ്മ വീഡിയോ കോളിൽ പറഞ്ഞിരുന്നു. അത് പറഞ്ഞു കരയുന്നതായിട്ടും ഒക്കെ തൻവി കാണിക്കുന്നുണ്ട്. സിന്ധു കൃഷ്ണ അടക്കമുള്ള മക്കൾ അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു നറേറ്റീവാണ് ഈ വീഡിയോയിലൂടെ തൻവി ഉണ്ടാക്കിയെടുത്തത്. സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ സിന്ധു കൃഷ്ണയ്ക്കെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സിമ്പതി തരംഗം അടുത്ത കാലത്ത് ഇറക്കിയ ആ ഒരു തന്ത്രം അത് അധിക നാൾ നീണ്ടു നിന്നില്ല. തൻവിയുടെ നാടകങ്ങളെല്ലാം പൊളിച്ച് അടുക്കിക്കൊണ്ട് അഹാന കൃഷ്ണ നേരിട്ട് രംഗത്തെത്തി. അമ്മൂമ്മയുമായിട്ട് കഴിഞ്ഞ ഒക്ടോബർ മുതൽ കുടുംബം അകൽച്ചയിലാണെന്നും അമ്മൂമ്മ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്വഭാവത്തിന് ഉടമയാണെന്നും ഒക്കെ അഹാന തുറന്നു പറയുന്നുണ്ട്. അതുപോലെ നോക്കാൻ നിർത്തിയ ഹോം നഴ്സ് പോലും അമ്മൂമ്മ ഒരു ചീത്ത വിളിച്ചിട്ട് ഓടിക്കാറുണ്ടായിരുന്നെന്നും അതിനെയെല്ലാം അതിജീവിച്ചിട്ട് സിന്ധു കൃഷ്ണ അമ്മയെ പരമാവധി നോക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഒടുവിൽ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള സംസാരം അമ്മമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴാണ് കുടുംബം മാറി നിന്നത് എന്നും ഒക്കെയാണ് അഹാന വ്യക്തമാക്കുന്നത്. അഹാന ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം, തൻവി തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കൂടെയുള്ളവരെ മോശക്കാരാക്കി ചിത്രീകരിച്ചിട്ട് പബ്ലിക് സിമ്പതി നേടാൻ ശ്രമിക്കാറുണ്ട് എന്നാണ്. മുൻപ് സ്വന്തം അമ്മയെ വില്ലത്തിയാക്കി സംസാരിച്ചു, പിന്നീട് ഭർത്താവുമായിട്ടുള്ള ഡിവോഴ്സിൻ്റെ സമയത്ത് ഭർത്താവിനെ മോശമായിട്ട് ചിത്രീകരിച്ചു, വീഡിയോ ചെയ്തു. ഇപ്പോൾ ഇര സിന്ധു കൃഷ്ണയെയും കുടുംബത്തെയും മോശക്കാരാക്കുവാൻ നോക്കുന്നു. ഇതോടെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് കമൻസ് ഒക്കെയാണ് തൻവിക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കാൻ തുടങ്ങിയത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് അമ്മയ്ക്കാണല്ലോ. കാരണം അമ്മേനെയാണല്ലോ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി. പക്ഷെ അമ്മ പറഞ്ഞു, എനിക്ക് വയ്യ, ബിക്കോസ് ഇപ്പം എൻ്റെ കസിൻ തൻവി ഇപ്പം എന്തൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാലും മൈ മദേഴ്സ് ലൈക്ക് ഷീസ് എ ഗേൾ ഐവ് സീൻ ഫ്രം ദ ഡേ ഷി വാസ് ബോൺ. ഒരു കൊച്ചുകുട്ടി എന്തോ പിച്ചുമ്പയും വന്ന് പറയുന്നു എന്നുള്ള രീതിയിൽ പോട്ടെ, വിട്ട് കളയാം, സാരമില്ല. നാട്ടുകാരെന്തായാലും 2 മാസം കൂടുമ്പോൾ അമ്മേനെ ഒരു വില്ലിയായിട്ട് ചിത്രീകരിച്ച് തെറി വിളിക്കുന്നത് ഇപ്പം പതിവാണ്. കുറച്ച് നാളായി. എല്ലാവരും 2 മാസം ബ്രേക്ക് എടുക്കും, പിന്നെ വീണ്ടും സിന്ധു കൃഷ്ണ പണ്ടേ ഒരു ഫ്രോഡാണ് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് അത് ആൾക്കാർക്ക്, അത് എനിക്ക് തോന്നുന്നു വുമൺ ഹൂസ് ഡു ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പനും അമ്മൂമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മൂമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മൂമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പ മരിക്കുന്ന ദിവസമാണ്, വിച്ച് ഇസ് ഓൺ ദ 29th March 2026. എൻ്റെ അമ്മൂമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ ഷീ ഈസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീ ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. ഐ വെരി ബാഡ്ലി ഫീൽ സോറി. ഐ റിയലി ഫീൽ വെരി സാഡ് ഫോർ മൈ മദർ. അഹാനയുടെ വീഡിയോ വന്ന് പെട്ടുപോയതെന്ന് മനസ്സിലായതോടെയാണ് തൻവി നൈസായിട്ട് പ്ലേറ്റ് മാറ്റി അടുത്ത വീഡിയോയുമായിട്ട് വന്നു. ആദ്യ വീഡിയോയിൽ അമ്മൂമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് വന്നത് എന്ന് പറഞ്ഞ തൻവി പുതിയ വീഡിയോയിൽ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തി. തൻ്റെ മകൻ ലിയാൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നാട്ടിലേക്ക് വന്നതെന്നും അതിനെ കൂടെ സൈഡായിട്ട് അമ്മൂമ്മയെ നോക്കുന്നതാണെന്നും ഒക്കെ തൻവിക്ക് പറയേണ്ടി വന്നു. അതായത് കാനഡ വിട്ടു വരാനുള്ള പ്രധാന കാരണം കുട്ടിയുടെ ചികിത്സയായിരുന്നു, അല്ലാതെ നാട്ടുകാർ വിചാരിച്ചതുപോലെ അമ്മൂമ്മയോടുള്ള സ്നേഹം മൂത്ത് ഓടി വന്നതൊന്നും അല്ല എന്നൊക്കെയാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം എൻ്റെ അമ്മ ഒരു ഗ്രേറ്റ് മദറാണ്. സോ യൂഷ്വലി ഇപ്പം ഞാൻ നാളെ എൻ്റെ കുട്ടികളോടൊരു നല്ല അമ്മയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രോബബ്ലി ബിക്കോസ് ഐ ഹാഡ് എ ഗുഡ് മദർ ആൻഡ് ഐ സോ വാട്ട് ഇറ്റ് ഈസ് ടു ബി എ ഗുഡ് മദർ ആൻഡ് ഗിവ് മദർലി ലവ്. ആ സ്നേഹം ഞാൻ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപഠിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല.
പക്ഷേ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും, ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരൻറ്റ്. ഹി വാസ് ഡൂയിങ് എവറിത്തിങ് എ റിയലി ഗുഡ് പാരൻറ്റ് ഷുഡ് ഡു. അപ്പോൾ അമ്മയ്ക്ക് കൊച്ചിലേ തൊട്ടേ അമ്മമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അത് നമുക്കൊക്കെ കൊച്ചിലേ കുഞ്ഞുനാൾ തൊട്ടേ അമ്മമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക് ഓർമ്മ. പക്ഷെ നമ്മൾ ആസ് വി ഗ്രോ അപ്പ് ആൻഡ് ആസ് ഷീ ഗെറ്റ്സ് ഓൾഡർ നമ്മൾ വിചാരിക്കും ആ പോട്ടെ. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ പുറത്ത് വിടുക? വി ടോക്കിംഗ് അബൌട്ട് ആർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. അതുകൊണ്ട് ഈ പ്രൂഫ് ഒക്കെ എൻ്റെ നിന്ന് മാത്രമല്ല, എന്നെ അടുപ്പായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വേണമെങ്കിൽ ചോദിച്ചു, എവറിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ് മദർ ഹാവ് കെപ്റ്റ് എ ബേസിക് കോൺടാക്ട് വിത്ത് ഹർ. അതിനെ പോയി ഒരു വീഡിയോ എടുത്ത് ഇതൊക്കെ പറയിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഒരു വ്ളോഗർ ഇങ്ങനെ പുറത്തിടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ബാക്ക് സ്റ്റോറി മൊത്തം അറിയാത്ത ആൾക്കാരെ എന്ത് ചിത്രീകരിക്കും? വിവ് സീൻ ദിസ് ബിഫോർ ആൻഡ് വിവ് ഓഫൻ വണ്ടേർഡ് ദാറ്റ് സീൻ. തൻവിയുടെ അമ്മ എൻ്റെ ചിന്നമ്മയെ കുറിച്ച് യൂട്യൂബിൽ റീച്ചും സിമ്പതിയും ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തെ തന്നെ ആളുകളുടെ മുന്നിൽ മോശക്കാരായിട്ട് കാണിച്ച് തന്വിയുടെ ഈ ബുദ്ധി ഒടുവിൽ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അഹാന പറയുന്നതാണോ തന്വി പറയുന്നതാണോ? നിങ്ങൾ ഏതിനോടാണ് കൂടുതൽ യോജിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം കൃഷ്ണകുമാറിൻ്റെ കുടുംബം സാധാരണ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവമാണ്. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചിട്ട് വരുന്ന ചെറിയൊരു വാർത്ത പോലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഹാന കൃഷ്ണ തൻ്റെ വീഡിയോയിൽ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. സിന്ധു കൃഷ്ണയെ ജനങ്ങളുടെ മുന്നിൽ ഒരു വില്ലത്തിയായിട്ട് ചിത്രീകരിക്കുവാൻ സോഷ്യൽ മീഡിയയിലെ ചിലർ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഒരു സോഫ്റ്റ് ടാർഗറ്റ് എന്ന രീതിയിലാണ് പലരും സിന്ധു കൃഷ്ണയെ കാണുന്നത്. എന്നാൽ ഇത്തവണ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ, അതും ഒരു കസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഇത്തരമൊരു നീക്കം അവരെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് അഹാനയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതൊരു കുടുംബത്തിലും ഉണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ള വ്യത്യാസങ്ങൾക്കപ്പുറം തൻ്റെ ഗ്രാൻഡ് മദർ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് അഹാന തുറന്നു പറയുന്നുണ്ട്. കൊച്ചുകാലം തൊട്ടേ അമ്മമ്മയുടെ ഇത്തരം പ്രകൃതം തങ്ങൾ കണ്ടിട്ടുണ്ടെന്നും തൻ്റെ അമ്മയ്ക്ക് സിന്ധു കൃഷ്ണയ്ക്ക് ഒരു അമ്മയിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം ഒരിക്കലും കിട്ടിയിട്ടില്ലെന്നും അഹാന പറയുന്നുണ്ട്. എങ്കിലും ഒരു മകൾ എന്ന കടമ സിന്ധു കൃഷ്ണ എപ്പോഴും നിർവഹിച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 31 ഇഷാനയുടെ ജന്മദിനത്തിന് തലേ ദിവസം കുടുംബത്തിൽ വലിയൊരു തർക്കമുണ്ടായെന്നും അതിൽ അമ്മൂമ്മ ഒരു മനുഷ്യൻ്റെ വായിൽ നിന്നും വരാൻ പാടില്ലാത്ത അത്രയും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചെന്നും ഇവരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഞാനും തൻവിയായിട്ട് പലപ്പോഴും അടിയുണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് വി വുഡ് ടെൽ ദിസ് ഇസ് റിയലി റോങ് തൻവി. ലൈക്ക് ഒരു എന്താ പറയുക, ട്രൈങ് ടു പെയിൻറ്റ് എ പേഴ്സൺ എസ് സച്ച് എ ബാഡ് പേഴ്സൺ വെൻ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ഈവൻ തൻവി നോസ് ദാറ്റ് ഇഫ് തിങ്സ് ആർ എ സർട്ടൻ വേ ദർ ആർ മെനി പീപ്പിൾ ഇൻവോൾവ്. അല്ലാതെ സിനിമ ഇപ്പം ഒരുപാട് ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തി ചിന്നമ്മ ഒരു വില്ലിയാണ്, മറ്റേ ഒരു കല്യാണം കഴിഞ്ഞിട്ട് മറ്റൊരു കല്യാണം കഴിച്ചങ്ങ് മൂവ് ഓൺ ആയിപ്പോയി ഒരു വില്ലി. ഓഫ് കോഴ്സ് നോട്ട്. വാട്ട് നോൺസെൻസ്. മൈ മദർ സിസ്റ്റർ ലൈക്ക് ചിന്നമ്മ ഞാൻ കൊച്ചായിരിക്കുമ്പോൾ തൊട്ടേ ഐ എം സോ അറ്റാച്ച്ഡ് ടു ഹർ. ഷീ ഈസ് എ വെരി ഗുഡ് പേഴ്സൺ. ആദ്യത്തെ പുള്ളിക്കാരുടെ മാരേജ് വർക്ക്ഔട്ട് അല്ലെങ്കിൽ വെൻ ഡു ടു പീപ്പിൾ ഗോ ഫോർ എ ഡിവോഴ്സ് വെൻ ദർ ഇസ് സം പ്രോബ്ലം ഇൻ ദ മാരേജ്? ഇവിടെ ഹൂ വാസ് ദ പ്രോബ്ലം ഇൻ ദ മാരേജ് ആൻഡ് വാട്ട് വാസ് ദ പ്രോബ്ലം എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഐ വോണ്ട് ടു റെസ്പെക്ട് ഹൂ എവർ വാസ് ദ പ്രോബ്ലം ഓർ വാട്ട് എവർ. മൈ ചിന്നമ്മ വാസ് ഡെഫിനറ്റ്ലി നോട്ട് ദ പ്രോബ്ലം. ദർ വാസ് ഇഷ്യൂസ് ഇൻ ദിയർ മാരേജ് ആൻഡ് ഡിവോഴ്സായി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പം ദീനങ്കിൾ എന്ന് പറയുന്ന നല്ലൊരാൾ കെയിം ഇൻ ടു ഹർ ലൈഫ് ആൻഡ് ഷീ മൂവ്ഡ് ഓൺ. അപ്പോൾ ഒരു സ്ത്രീ ഡിവോഴ്സ് ആയാൽ അവർ മൂവ് ഓൺ ആയിക്കൂടെ? അവർ മറ്റൊരാളെ കല്യാണം കഴിച്ച് ജീവിതത്തിൽ മൂവ് ഫോർവേഡ് ആയിക്കൂടെ? ആൻഡ് ദീനങ്കിൾ ഇസ് ദ നൈസസ്റ്റ് ഹ്യൂമൻ ബീങ് ഇൻ ദ ഹോൾ വേൾഡ്. സോ മച്ച് ദാറ്റ് നമ്മൾ എല്ലാവരുടെയും കൊച്ചിലത്തെ ആഗ്രഹമായിരുന്നു നമ്മൾ കല്യാണം കഴിക്കുന്ന ആൾ ദീനങ്കിളിനെ പോലെ ഒരാളായിരിക്കണം. ബിക്കോസ് ഇത്രയും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഇത്രയും നല്ലൊരാവശ്യമൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതുവരെ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ പേഴ്സണൽ മെഡിക്കൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അവൻ്റെ ആ കുറേ ട്രീറ്റ്മെൻറ്റ് തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും ഒക്കെ അഹാന വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു വലിയ പിണക്കത്തിന് ശേഷമാണ് അമ്മൂമ്മ തനിച്ചാകുന്നതും തന്വി ഈ സാഹചര്യം മുതലെടുക്കാൻ നോക്കുന്നതും. തന്വി തൻ്റെ ചാനലിൽ ഇതിനു മുമ്പും സമാനമായിട്ടുള്ള രീതിയിൽ പലരെയും കുറ്റപ്പെടുത്തി വീഡിയോകൾ ഇടാറുള്ള ആ ഒരു പതിവുണ്ട്. അമ്മ മറ്റൊരു വിവാഹം കഴിഞ്ഞ് ജീവിതവുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അവരെ മോശക്കാരിയാക്കി. എന്നാൽ അഹാന പറയുന്ന തന്വിയുടെ അമ്മയുടെ രണ്ടാം ഭർത്താവ് ദീനോക്ക ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു മനുഷ്യനാണെന്നാണ്. അതുപോലെ ഭർത്താവുമായിട്ട് വേർപിരിയുന്ന സമയത്തും തന്വി ഇതേപോലെ സിമ്പതി വീഡിയോകൾ ചെയ്തിരുന്നു. അതായത് തൻ്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെയുള്ളവരെ വില്ലന്മാരാക്കി നിർത്തി ജനങ്ങളുടെ കയ്യടി വാങ്ങുക എന്നത് തന്വിയുടെ ഒരു രീതിയാണെന്ന് അഹാനയുടെ വീഡിയോ കണ്ട പ്രേക്ഷകരും വിലയിരുത്തുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ തന്വി അഹാന വിവാദം സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ തന്വി
എത്ര നല്ല കുട്ടി അമ്മൂമ്മയെ നോക്കാൻ വേണ്ടി സ്വന്തം കരിയർ വരെ ത്യാഗം ചെയ്തു വന്നു എന്നൊക്കെ അഭിപ്രായപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ അമ്പരപ്പിലാണ്. കാരണം സത്യങ്ങൾ ഒന്നൊന്നായിട്ട് പുറത്തു വരുമ്പോഴേക്കും കഥ ആകെ മാറുകയാണ്. കാനഡയിൽ നിന്നും യഥാർത്ഥ കാരണം മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് തന്വി നാട്ടിലേക്ക് വരുന്നത് എന്ന് തന്വിക്ക് തന്നെ ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. തൻ്റെ സ്വന്തം ചിറ്റമ്മയെയും കുടുംബത്തെയും നാട്ടുകാരുടെ മുന്നിലിട്ട് നാണം കെടുത്താൻ നോക്കിയത് ഒട്ടും ശരിയായ പ്രവണതയായിട്ട് തോന്നുന്നില്ല. യൂട്യൂബിലെ വീഡിയോസും സബ്സ്ക്രൈബേഴ്സും കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സിമ്പതി തരംഗം ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തെ തന്നെ ഇത്തരത്തിൽ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചിടിക്കുന്നത് എത്രത്തോളം ഗുണം ചെയ്യും? തന്വിയുടെ ആദ്യ വീഡിയോ വന്നപ്പോൾ സിന്ധു കൃഷ്ണയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായത്. എന്നാൽ അഹാനയുടെ കൃത്യമായിട്ടുള്ള മറുപടി വന്നതോടെ തന്വി പൂർണ്ണമായും എക്സ്പോസ്ഡ് ആയി എന്ന് പറയേണ്ടി വരും. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സത്യമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഈ ഒരു സംഭവം. ഒരു വശം മാത്രം കേട്ടിട്ട് നമ്മൾ ആരെയും വിലയിരുത്തുവാൻ പാടില്ല എന്ന ഒരു കാര്യം ഈ വിവാദം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ തന്വി തൻ്റെ ഭാഗത്തെ ന്യായീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ അവർക്ക് വേണ്ട വലിയ രീതിയിലുള്ള നെഗറ്റീവ് കമൻസ് ഒക്കെയാണ് അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കുടുംബത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ടൊക്കെ വലിച്ചിഴച്ച് സ്വന്തം വില കളയാൻ മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. ഈ വിഷയത്തിൽ പ്രായം ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അഹാന കൃഷ്ണ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ വെളിപ്പെടുത്തലാണോ അതോ സാഹചര്യങ്ങൾ കൊണ്ട് പ്ലേറ്റ് മാറ്റേണ്ടി വരുന്ന തന്വിയുടെ വാക്കുകളെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ വാർത്തകളും വിശകലനങ്ങളും തുടർന്നുള്ള അപ്ഡേറ്റുകളും അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ഇതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.